ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര ഈ ആംബുലൻസിലാണ്. ചെറിയൊരു ഓട്ടം ഫ്രീസർ വയ്ക്കാൻ വേണ്ടി വന്നിട്ടാണ്. നമ്മുടെ അവിടുന്ന് ഫ്രീസറൊക്കെ ഇറക്കി കഴിഞ്ഞ് രാഹുൽ മച്ചാനാണ് കടച്ചോണ്ടിരിക്കണേ. നമ്മുടെ ഇവിടെ തന്നെയാണ് ഇത്. ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പഞ്ചായത്ത് റോഡോ കുറച്ചുകൂടി നല്ലത് മെയിൻ റോഡിനെ അപേക്ഷിച്ച്. ഞങ്ങളിനിപ്പോൾ ഈ വഴി നേരെ വന്ന് മുട്ടണത് മുതുവറ ആ ഗ്യാപ്പിലേക്കാണ് വന്ന് മുട്ടുക. ഉള്ളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മറ്റേ മൈക്കിൻ്റെ പോയിന്റ് ഇത് ചെറിയൊരു ബർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിത് വന്ന് മുതുവറ റോഡിൻ്റെ അവിടേക്ക് വന്ന് മുട്ടുകയും കടക്കപ്പാപ്പ മുതോറ നമ്മളെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇനിയാണ് നമ്മൾ ശരിക്കുള്ള ന്യൂയോർക്ക് റോഡ് കൂടെയുള്ള ഓടിക്കാൻ പോകണുള്ളൂ. ഇതങ്ങോട്ടാ കഴിഞ്ഞാൽ തുടങ്ങുക കഴിയട്ടെ ഭഗവാനേ. കടന്നു. മറ്റേ ഭാഗം വന്നിട്ടുണ്ടല്ലടാ മറ്റേ ട്രെയിനില് പണ്ടത്തെ എസ് പെട്ടക്ക് തന്നെയാണോ അങ്ങോട്ട് ചമ്മങ്ങട്ട് പൂശേ. അതെ, ഓഫ് റോഡില് പോണ പോലെയാണ് ആള്. ആള് നോക്കിയന്നെ ഓഫ് റോഡ് പോണ ഒരു അവസ്ഥയിലാണ് അങ്ങേര് ഇരുന്നിട്ട് ഗീറ് മാറിക്കൊണ്ടിരിക്കണം പാവം. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴികളിലേക്ക് എത്തി തുടങ്ങി നമ്മള്. ഈ വഴിക്കൊക്കെ വരുന്നവരൊക്കെ അലൈൻമെന്റ് നോക്കണായിട്ട് മുന്നേ വരിക. കാരണം ഇത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും അലൈൻമെന്റ് നോക്കാറാവും. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഈ റോഡിന്. അയ്യോ, നിലയ്ക്കൊക്കെ വല്ല പേഷ്യൻസിനെയും കൊണ്ട് വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആംബുലൻസ് എത്താൻ നേരം വൈകിയെന്ന് പറഞ്ഞിട്ട് കുറേ പേര് മുറവിളി കൂട്ടുന്നതിൻ്റെ മെയിൻ കാരണങ്ങളൊക്കെ ഇത് തന്നെയാണ്. ഇപ്പം അടയ്ക്കാൻ പറ്റിയ റോഡില്ല. പിന്നെ കുത്തി കയറ്റുമ്പോൾ അങ്ങനെ വന്ന് ആംബുലൻസുകാർ നെഞ്ഞത്തേക്ക് വന്ന് അങ്ങനെയുള്ളത് കുറേ കേൾക്കാം. ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ റോഡില്ലാത്തൊരു അവസ്ഥ ഭയങ്കരം തന്നെയാണ്. നമുക്കിപ്പോൾ ഇതിൽ പേഷ്യൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനം. കാരണം ഏതൊരാളോട് ചോദിച്ചാലും ഈ ഒരു അവസ്ഥ തന്നെ എല്ലാവർക്കും പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കണം. പക്ഷെ ഇത് ജീവിക്കാൻ വേണ്ടി ഓടിക്കണതിൽ പകുതി മുക്കാൽ വർഷാപ്പിൽ കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. ആരായാലും അതെ, എന്താ ചെയ്യേ. വണ്ടി 50,000 1 ലക്ഷം രൂപയ്ക്ക് പണിയാണ് വണ്ടിക്ക്. അങ്ങൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമല ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ഇറങ്ങി നമ്മളിനി നേരെ വണ്ടി കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാൻ പോകണം. ആംബുലൻസ് പറമ്പുണ്ട് ഞങ്ങൾക്ക്. അവിടെ വണ്ടികൾ കൊണ്ടു കൊടുക്കും. സ്വന്തം അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ട്രിപ്പ് അവിടെ കൊണ്ട് അവസാനിക്കും. അപ്പോൾ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇവിടെ തറയി ജയേട്ടനെ കൊടുക്കണം. കണ്ടല്ലേ, ഇത് നമ്മുടെ ജയേട്ടൻ്റെ വണ്ടിയാണ്. അനീഷേട്ടൻ നിൽക്കുന്നുണ്ട് അവിടെ. അനീഷ് പണിയൊന്നുമില്ല. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ ആംബുലൻസ് എന്ന പറമ്പ്, അമലയുടെ അടുത്ത് തന്നെ. അങ്ങനെ നമ്മൾ വിശാലമായി കാർ പാർക്കിങ്ങിൽ എത്തിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.